Hi, hello, my dear students, my dear children. This is the part 2 class of our chapter 10, Europe on the World Map. പ്രിയപ്പെട്ട കുട്ടികളെ, യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ 10 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടോ? പാർട്ട് 1 വീഡിയോയിൽ അതിൻ്റെ ഇൻട്രഡക്ഷൻ, യൂറോപ്പിൻ്റെ ലൊക്കേഷൻ, യൂറോപ്പിലെ പ്രധാനപ്പെട്ട ജോഗ്രാഫിക്കൽ ഡിവിഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ ജോഗ്രാഫിക്കൽ ഡിവിഷൻസ് നമ്മൾ അതിൻ്റെ നെയിമൊക്കെ നമ്മൾ കണ്ടു. 4 ജോഗ്രാഫിക്കൽ ഡിവിഷൻസ് ആണ് യൂറോപ്പിനെ നമ്മൾ ജോഗ്രാഫിക്കലി നമ്മൾ 4 ക്ലാസിഫിക്കേഷൻ 4 ഭാഗങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനെ 1 by 1 ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓരോന്നിനെയും ഓരോ ജോഗ്രാഫിക്കൽ ഡിവിഷനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഇന്നത്തെ ഈ പാർട്ട് 2 വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ ജോഗ്രാഫിക്കൽ ഡിവിഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ചില കുട്ടികൾ പറയുന്നുണ്ട് നമുക്ക് റിവിഷൻ ഉണ്ടോയെന്ന്. തീർച്ചയായിട്ടും നമുക്ക് റിവിഷനുണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ ഒന്ന് തീർന്നോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും റിവിഷൻ നടത്തും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യും, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ ചാനലിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങളെ ഒരുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പല വീഡിയോകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആരും തന്നെ നിങ്ങൾ വെറീഡ് ആകേണ്ട കാര്യമില്ല, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത്, നമുക്ക് ആദ്യത്തെ നമ്മുടെ ജോഗ്രാഫിക്കൽ ഡിവിഷനിലേക്ക് വരാം. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്. യൂറോപ്പിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് മൗണ്ടൻസ് ഒക്കെ ആയിട്ടുള്ള, ഗ്ലേസിയേഴ്സ് ഒക്കെയുള്ള, റിവേഴ്സൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റുകളുള്ള, അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ്, നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ് സ്പ്രെഡ് അക്രോസ് നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ് അതിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറയുന്നത്, അവിടെയുള്ള പ്രധാനപ്പെട്ട കൺട്രീസ് നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. ഇതൊക്കെയാണ്, ആ ഭാഗത്താണ് ഈ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്. ഇറ്റ് ഇൻക്ലൂഡ് ഹൈ ഹിൽസ് ഫൗണ്ട് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻസ് ആൻഡ് സ്കാൻഡിനേവിയൻ പ്ലേറ്റോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിൽ നോർത്ത് വെസ്റ്റേൺ ഹില്ലുകളുണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റോ ഉണ്ട്. പ്ലേറ്റോ എങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ പ്ലേറ്റോ എന്ന് പറയുന്നത്? ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കാളും ഹൈറ്റ് ഉണ്ടായിരിക്കും, എന്നാൽ നമ്മൾ ചെന്ന് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല ഫ്ലാറ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലേറ്റോസ്, അല്ലേ? ഒരു മേശ പോലെ, ഒരു ടേബിൾ പോലെ ആയിരിക്കും അതിൻ്റെ ഒരു ലുക്ക്. അതിൻ്റെ ലുക്ക് ഒരു ടേബിൾ പോലെ ആയിരിക്കും ഈ പ്ലേറ്റോയുടെ. അതായത് ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കാളും ഹൈ ആയിരിക്കും, പക്ഷേ ആ ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ സ്കാൻഡിനേവിയൻ പ്ലേറ്റോയും ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ഹിൽസും മൗണ്ടൻസും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഈ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ് എന്നുള്ള പേരിൽ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ട്രാവലേഴ്സ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇങ്ങനെയുള്ള നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന പ്രദേശങ്ങളാണ്, ബ്യൂട്ടിഫുൾ ഏരിയാസ് ആണ്. സോ ദിസ് ഈസ് എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ട്രാവലേഴ്സ്. സ്നോ ക്ലാപ്ഡ് മൗണ്ടെയ്ൻസ്, ഗ്ലേസിയേഴ്സ്, ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ റീജിയൻ. ഒരു ഹില്ലി ഏരിയയിൽ പോകുമ്പോൾ, ഒരു മൗണ്ടൻ ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുന്നത്? സ്നോ ക്ലാപ്ഡ് മൗണ്ടൻസ്. അവിടെ നമുക്കറിയാം യൂറോപ്പ് പൊതുവെ തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹില്ലി ഏരിയയിലെ, മൗണ്ടൻ ഏരിയയിലെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. അപ്പോൾ സ്നോ ആയിരിക്കും അവിടെ കാണുക. സ്നോ ക്യാപ്പായിട്ട് വരുന്ന, സ്നോ പൊതിഞ്ഞ് കിടക്കുന്ന, ക്യാപ്ഡ് എന്നുള്ള വാക്ക് നമുക്കറിയാം, ക്യാപ്പ് എന്നുള്ള വാക്കിൽ നിന്നാണ് ക്യാപ്ഡ് എന്നുള്ള വേർഡ് വരുന്നത്. അപ്പോൾ സ്നോ ക്യാപ്പ് പോലെ പൊതിഞ്ഞിരിക്കുന്ന മൗണ്ടെയ്ൻസ്. ഗ്ലേസിയേഴ്സ്. എന്താണ് ഗ്ലേസിയേഴ്സ്? നമ്മൾ ഹിമാലയത്തിലൊക്കെ ഉള്ളതുപോലുള്ള വലിയ ഐസ് പീസസ്, ഗ്ലേസിയേഴ്സ്. അപ്പം അങ്ങനെയുള്ള, അതായത് മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്നതാണ് ഗ്ലേസിയേഴ്സ്. ദെൻ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. മിക്കവാറും നമുക്കറിയാം റിവേഴ്സൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് മൗണ്ടൻസിൽ നിന്നാണ്.
അപ്പോൾ ഇവിടെയുമുണ്ട് ഈ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിലും ധാരാളം ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഫാസ്റ്റ് ഫ്ലോ ചെയ്യുന്നത് റിവേഴ്സ്? മൗണ്ടൻ ഏരിയയുടെ സ്ലോപ്പ് വളരെ കൂടുതലായതുകൊണ്ട് റിവേഴ്സൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ റീജിയൻ. Fjords which are found on the Scandinavian coast are another feature of this region. Fjords എന്ന് പറയുന്നത് എന്താണെന്നോ ഞാൻ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്ലോപ്പി ആയിട്ടുള്ള സ്ലോപ്സ് ഉള്ള ഇടയ്ക്ക് വാട്ടർ ബോഡീസ് പോലെ കാണുന്ന ഈ മലയിടുക്കുകൾ പോലെ കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് ഉൾക്കടൽ. അതായത് കടൽ ഇങ്ങനെ കയറി കിടക്കുന്നു, അതിൻ്റെ സൈഡിൽ മലകൾ കാണപ്പെടുന്നു, അതിൻ്റെ സ്ലോപ്പി ഏരിയ കാണപ്പെടുന്നു. അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഫിജോർഡ്സ്. അതിൻ്റെ നമുക്കൊരു പിക്ചർ കണ്ടാലോ? ഇങ്ങനെയുള്ള ഫിജോർഡ് എവിടെയുണ്ട്? ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിലുണ്ട് ഫിജോർഡ്സ് ആർ വൺ ഓഫ് ദി മെയിൻ ഫീച്ചർ ഓഫ് ദിസ് പർട്ടിക്കുലർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഒരു ഫിജോർഡ് നമുക്കൊന്ന് കണ്ടാലോ? ഇതാണ് ഫിജോർഡ്. ഉൾക്കടൽ എന്ന് മലയാളത്തിൽ പറയും. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഭാഗം ഈ മലകൾക്കിടയിലേക്ക് കയറി കിടക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിൻ്റെ സൈഡ് ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള ഏരിയ ആയിരിക്കും. അവിടെ നല്ല ഫോറസ്റ്റും ബ്യൂട്ടിഫുൾ ഫോറസ്റ്റൊക്കെ ഉള്ള ഏരിയകളായിരിക്കും. ഇവിടെ ഇതുപോലുള്ള വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഉൾക്കടല, അത് കടൽ കയറി കിടക്കുന്നതാണ്. കടലിൻ്റെ ഭാഗം കരയിലേക്ക് ഇങ്ങനെ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് ഫിജോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർവേയുടെ ഭാഗത്ത് കാണുന്ന, നോർവേയുടെ കോസ്റ്റിൽ കാണുന്ന ഒരു ഫിജോർഡാണ് നമ്മളിത് കാണുന്നത്. ഇതൊരു ഓഷ്യൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെയുള്ളതും നമ്മുടെ നോർത്ത് വെസ്റ്റേൺ മൗണ്ടൻ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ മൗണ്ടൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ട്രാവലേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന പ്രദേശങ്ങളാണ്. പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ട്രാവലേഴ്സാണ്. സ്നോ ക്ലാപ്ഡ് മൗണ്ടൻസ്, ഗ്ലേസിയേഴ്സ്, ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആർ ദി സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റീജിയൻ. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, all these countries are included in the northwestern highland. Fjords are another speciality of this region. Okay, then countries that belongs to the Scandinavian region. നമ്മൾ അവിടെ ഒരു സ്കാൻഡിനേവിയൻ പ്ലേറ്റോ എന്ന് കണ്ടു അല്ലേ? നോർത്ത് വെസ്റ്റേൺ ഹൈ മൗണ്ടൻ ഏരിയയിലെ സ്കാൻഡിനേവിയൻ പ്ലേറ്റോയും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്കാൻഡിനേവിയൻ റീജിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമുക്കൊന്ന് കാണാം. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, അത് മൂന്നുമാണ് അതിൻ്റെ സ്കാൻഡിനേവിയൻ റീജിയൻസിലെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ. ഡെൻമാർക്ക്, നോർവേ ആൻഡ് സ്വീഡൻ. എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന 2 രാജ്യങ്ങളാണ് ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. എന്തുകൊണ്ടാണ് ഇവരെ സ്കാൻഡിനേവിയൻ റീജിയൻസ് എന്ന് പറയുന്നത്? ഇവരുടെ ബോർഡറിൻ്റെ പ്രത്യേകതയും ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഇവരുടെ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഐക്യവും കൾച്ചറലായിട്ടുള്ളൊരു ഐക്യവും എല്ലാം വെച്ച് ഈ രാജ്യങ്ങൾക്ക് ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവർക്ക് ഒരേ ഹിസ്റ്ററിയാണ്, ഒരേ കൾച്ചറാണ്. പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ ഇവരെ ഭരിക്കുന്ന കാലത്തെ ആ രാജാക്കന്മാർക്ക് തമ്മിലും ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ട്. അവർ ബന്ധുക്കളായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയൻ റീജിയൻസ് എന്ന് പറയുക. അതിൽ 5 രാജ്യങ്ങളെയാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്: ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ സ്കാൻഡിനേവിയൻ റീജിയനും ഏതിനകത്ത് ഇൻക്ലൂഡാണ്? നമ്മുടെ ഫസ്റ്റ് ഡിവിഷനിൽ ഇൻക്ലൂഡാണ്, നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഡിവിഷനിലേക്ക് വരാം. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശാലമായ പ്ലെയിൻസ് ആണ് ഈ റീജിയൻ. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് എന്നാണ് പറയുക. അതിൻ്റെ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അത് നോർത്തിലായതുകൊണ്ടാണ് നമ്മളതിനെ എന്ന് പറയുന്നത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ആർ ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്. നമ്മൾ ആദ്യം പഠിച്ച നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിൻ്റെ തൊട്ട് സൗത്തിലായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്. ഇറ്റ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ. അതിനെ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും വിളിക്കാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൊക്കെ നടക്കുന്ന സ്ഥലമാണ്, ഏറ്റവും ഫെർട്ടിലിറ്റി ഉള്ള ഏരിയയാണ്. അതുവഴി ഒഴുകുന്ന നദികളെ, അതായത് നമ്മൾ കണ്ടു നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിൽ നിന്നും ധാരാളം ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്. ഈ റിവേഴ്സ് കടന്നു പോകുന്നത് ഈ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അല്ലൂവിയൽ ഡെപ്പോസിറ്റുകളുള്ള വളരെ ഫെർട്ടിലിറ്റി ഉള്ള പ്ലെയിൻസ് ആണ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്.
So we call that area Great European Plain. This plain is extended from Ural Mountain in the east to the Atlantic Ocean in the west. യൂറാൽ മൗണ്ടൻ എന്ന് പറയുന്നത് യൂറോപ്പിനെയും ഏഷ്യയും കൂടെയും വേർതിരിക്കുന്ന മൗണ്ടൻ ആണ് യൂറാൽ മൗണ്ടൻ. അത് ഏത് രാജ്യത്താണ് കാണപ്പെടുക? റഷ്യയുടെ ഈ ഇടയിലാണ് കാണപ്പെടുക. അതായത് ഈ റഷ്യ തന്നെ നമുക്കറിയാം യൂറോപ്പെന്നും ഏഷ്യയിലും രണ്ടിലൂടെ കിടക്കുന്ന രാജ്യമാണ് റഷ്യ. അപ്പോൾ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും റഷ്യൻ ഭാഗത്തൂടെ കടന്നു പോകുന്ന മൗണ്ടനാണ് യൂറാൽ മൗണ്ടൻ. അപ്പോൾ യൂറാൽ മൗണ്ടൻ ആയിരിക്കും നമ്മുടെ നോർത്ത് യൂറോപ്യൻ പ്ലെയിനിൻ്റെ ഈസ്റ്റ് ഭാഗം. ഇനി വെസ്റ്റിലേക്ക് നമ്മൾ പോയാൽ അത് ഇവിടം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും, അറ്റ്ലാന്റിക് ഓഷ്യൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം എന്താണ്? യൂറോപ്പ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ വരെയാണ് വെസ്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്ത് കാണുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ തൊട്ട് ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന യൂറാൽ മൗണ്ടൻ വരെ ഈ പറയുന്ന നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, അതിനെ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും വിളിക്കുന്നു. ദ പ്ലെയിൻ ഹാസ് എ ഫെയർലി ഫ്ലാറ്റ് ടോപ്പോഗ്രഫി. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് എങ്ങനെയുള്ള ടോപ്പോഗ്രഫി ആയിരിക്കും? ഫ്ലാറ്റ്, വളരെ ഫ്ലാറ്റായിട്ടുള്ള ടോപ്പോഗ്രഫിയാണ്. വിത്ത് സ്മോൾ ഹിൽസ് ഇൻ ഹിയർ ആൻഡ് ദെയർ. അവിടെ ഇവിടെയും ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. മൊട്ടക്കുന്നുകളെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറിയ സ്മോൾ ഹിൽസൊക്കെ ഈ പ്ലെയിനിൻ്റെ അവിടെ ഇവിടെയുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലെയിൻസ് കാണാൻ. കാരണം എന്താ? അവിടെയും ഇവിടെയും മൊട്ടക്കുന്നുകളൊക്കെ ഉണ്ട്. സ്മോൾ ഹിൽസ് ഹിയർ ആൻഡ് ദെയർ. This is very suitable for agriculture. This area is very suitable for agriculture because alluvial soil are there. Major rivers are Volga, the Don and the Dnieper. Volga, Don and Dnieper. Volga is the longest river in Europe. എവിടെയാണ്, ഏത് രാജ്യത്തായി വോൾഗ റിവർ ഉള്ളത്? റഷ്യയിലാണ് വോൾഗ റിവർ. നമുക്കറിയാം റഷ്യയുടെ 25% ഏരിയയും യൂറോപ്പിലാണ്. ആ ഭാഗത്താണ് വോൾഗ റിവർ. അതാണ് യൂറോപ്പിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ. ഗ്രാസ്ലാൻഡ് സ്റ്റെപ്പീസ് ആർ ഫൗണ്ട് ഹിയർ. ഈ പ്ലെയിനിലാണ് സ്റ്റെപ്പീസ് നമ്മൾ കേട്ടിട്ടുള്ള ഗ്രാസ്ലാൻഡ് ഉള്ളത്. ഗ്രാസ്ലാൻഡ്, യൂറോപ്പിലെ ഗ്രാസ്ലാൻഡിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? സ്റ്റെപ്പീസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രാസ്ലാൻഡ് എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന നോർത്ത് യൂറോപ്യൻ പ്ലെയിനിൽ കാണപ്പെടുന്നു. അപ്പം നോർത്ത് യൂറോപ്യൻ പ്ലെയിനിനെ പറ്റി ഒരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം? അവിടെയാണ് സ്റ്റെപ്പീസ് ഉള്ളത്, ഇവിടെയാണ് ലോങ്ങസ്റ്റ് റിവറായിട്ടുള്ള വോൾഗ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്ലെയിൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് അലൂവിയൽ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന് ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ യൂറാൽ മൗണ്ടൻ ആണ് ഈസ്റ്റിലെ, അറ്റ്ലാന്റിക് ഓഷ്യനാണ് വെസ്റ്റിലെ. ഇതിനെ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഇത് നോർത്ത് യൂറോപ്യൻ ഹൈലാൻഡിൻ്റെ ജസ്റ്റ് സൗത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് സ്റ്റെപ്പീസ് എന്ന് കാണാം. വളരെ മനോഹരമായ പുൽമേടുകളെയാണ് സ്റ്റെപ്പീസ് എന്ന് വിളിക്കുക. കണ്ടോ അല്ല, ഇങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ പോലും ഇത്രയും ഭംഗി വരത്തില്ല. അത്രയും മനോഹരമാണ് യൂറോപ്പിലെ സ്റ്റെപ്പീസ്. യൂറോപ്പിലെ പുൽമേടുകളെയാണ്, ഗ്രാസ് ലാൻഡിനെയാണ് സ്റ്റെപ്പീസ് എന്ന് വിളിക്കുക. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? നോർത്ത് യൂറോപ്യൻ പ്ലെയിനിലാണ് സ്റ്റെപ്പീസ് ഉള്ളത്. ഏറ്റവും മനോഹരമാണ് സ്റ്റെപ്പീസ്. അടുത്തായിട്ട് നോക്കിയേ, മേജർ ലാൻഡ് ഫോംസ് ഓഫ് സെൻട്രൽ അപ്ലാൻഡ്. നമ്മളിനി മൂന്നാമത്തെ ഡിവിഷനിലേക്ക് പോവുകയാണ്. സെൻട്രൽ അപ്ലാൻഡ്സ്. യൂറോപ്പിൻ്റെ സെൻട്രൽ ഭാഗത്ത് കാണുന്ന കുറച്ച് പൊക്കം കൂടിയ പ്രദേശങ്ങളെയാണ് നമ്മളൊരു ഡിവിഷനാക്കി വെച്ചിരിക്കുന്നത്, സെൻട്രൽ അപ്ലാൻഡ്സ്. ഏതൊക്കെ ലാൻഡ് ഫോംസ് ആണ് സെൻട്രൽ അപ്ലാൻഡിലുള്ളത്? അത് ഏത് കൺട്രിയിലാണ്? റെയിൻ വാലി, വോസ്ഗസ് മൗണ്ടൻ, ജൂറ മൗണ്ടൻ, സെൻട്രൽ മാസിഫ് പ്ലേറ്റോ. ഇത്രയും സെൻട്രൽ അപ്ലാൻഡിൽ കാണപ്പെടുന്നു. ഇത് എവിടെയാണ് കാണപ്പെടുക? ഇത് നോർത്ത് യൂറോപ്യൻ പ്ലെയിനിൻ്റെയും ജസ്റ്റ് സൗത്തിലായിരിക്കും. നോർത്ത് യൂറോപ്യൻ പ്ലെയിനിൻ്റെ ജസ്റ്റ് സൗത്തിലായിരിക്കും. യൂറോപ്പിൻ്റെ സെൻട്രൽ ഏരിയയിലാണ് സെൻട്രൽ അപ്ലാൻഡ്. കുറച്ച് ഹൈറ്റുള്ള ഏരിയകളാണ്, അതുകൊണ്ടാണ് ഇതിനെ അപ്ലാൻഡ് എന്ന് വിളിക്കുക. സെൻട്രൽ അപ്ലാൻഡിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ ഏതൊക്കെ പ്രത്യേക ലാൻഡ് ഫോംസ് ആണ് ഇവിടെ കാണപ്പെടുക? റൈൻ വാലി, ഓഗസ് മൗണ്ടൻ, ജൂറ മൗണ്ടൻ, സെൻട്രൽ മാസിഫ് പ്ലേറ്റോ. ഈ ജൂറ മൗണ്ടനിലാണ് ജുറാസിക് പാർക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ ഡിനോസേഴ്സൊക്കെയുള്ള ഡിനോസേഴ്സ് അഭിനയിക്കുന്ന ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു, ബോളിവുഡ് സിനിമയുണ്ടായിരുന്നു. സോറി, നോട്ട് ബോളിവുഡ്, ഹോളിവുഡ് സിനിമ, ജുറാസിക് പാർക്ക്. ഈ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ആ ഇത് ഈ ജൂറ മൗണ്ടനിലാണ്. ജൂറ മൗണ്ടൻ, ജുറാസിക് പാർക്കിൻ്റെ ഈ ജൂറ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റോക്കാണ്.
ഒരു സ്പെഷ്യൽ റോക്കാണ് ഈ ജൂറ എന്ന് പറയുന്നത്. അപ്പോൾ ആ റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട പേരാണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേര് ജുറാസിക് പാർക്ക് എന്നാണ്. അപ്പോൾ ജൂറ മൗണ്ടൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഫ്രാൻസിലാണ്. ഫ്രാൻസ്, അവിടെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ ജുറാസിക് പാർക്കിനെ പറ്റി പറയുന്നത് 170 പേജ് നമ്പർ 170 നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ജുറാസിക് പാർക്ക് ജുറാസിക് പീരീഡിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിനെ ജുറാസിക് എന്നുള്ള വേർഡ് കിട്ടിയിരിക്കുന്നത്. ജുറാസിക് പീരീഡിലാണ്. ഈ ജൂറ മൗണ്ടൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ സെൻട്രൽ അപ്ലാൻഡിലാണ്, യൂറോപ്പിലാണ്. ആ കൺട്രി എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഓക്കെ. ആഡ്നീസ് മൗണ്ടൻ ബെൽജിയം, അതും സെൻട്രൽ അപ്ലാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അപ്ലാൻഡ് എന്ന് പറയുന്നത് തന്നെ മൗണ്ടൻസ് ആണല്ലോ, മൗണ്ടൻസ്. ദെൻ ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ, ഹാസ് മൗണ്ടൻ, ദാറ്റ് ഈസ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ വളരെ ഫേമസ് ആണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ദെൻ മാസ്റ്റേ പ്ലേറ്റോ, സ്പെയിൻ. ദെൻ ബൊഹീമിയൻ പ്ലേറ്റോ, ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹീമിയൻ പ്ലേറ്റോ. All these landforms are concentrated in central upland countries: France, Belgium, Germany, Spain and Czech Republic. ഓക്കെ. അപ്പോൾ സെൻട്രൽ അപ്ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്ലാൻഡ് ആയിരിക്കും. അത് മൗണ്ടൻസ് ഒക്കെയുള്ള ഏരിയയാണ്. അവിടെ വാലീസ്, പ്ലേറ്റോസ്, സ്മോൾ ഹിൽസ് ഒക്കെ കാണപ്പെടുന്നു. ഇത് നോർത്ത് വെസ്റ്റേൺ പ്ലെയിനിൻ്റെ ജസ്റ്റ് സൗത്തിലായിരിക്കും സെൻട്രൽ അപ്ലാൻഡ്. ഓക്കെ. അപ്പം ജുറാസിക് പാർക്കിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കണേ. ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ ഇൻ ജർമ്മനി. കണ്ടോ, ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ, ജർമ്മനിയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടൻ. നിങ്ങളുടെ ടെക്സ്റ്റിലും ഈ പിക്ചർ തന്നിട്ടുണ്ട്, എടുത്ത് കാണുക. 170. അപ്പോൾ ജുറാസിക് പാർക്ക് വായിക്കുമ്പം അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടനും തന്നിട്ടുണ്ട്. ഇത് എവിടെയാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോണം. ജർമ്മനിയിലാണ്. ഇത് ഏതിൻ്റെ ഭാഗമാണ്? സെൻട്രൽ അപ്ലാൻഡിൻ്റെ ഭാഗമാണ്. സെൻട്രൽ അപ്ലാൻഡ്. ഓക്കെ. അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിവിഷനാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടനാണ് ആൽപ്സ്. ഈ മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമല്ല, ആൽപ്സ് മൗണ്ടൻ എന്ന് പറയുന്നത് കുറേ രാജ്യങ്ങളിലേക്ക്, അവിടെയുള്ള 4-5 രാജ്യങ്ങളിലേക്ക് പടർന്നു കിടക്കുന്നതാണ് ആൽപ്സ് മൗണ്ടൻ. യൂറോപ്പിൻ്റെ ജോഗ്രാഫിക്കൽ ഫീച്ചർ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. Alpine mountain system is a series of fold mountains with parallel ranges located south of the central upland. സെൻട്രൽ അപ്ലാൻഡിനും സൗത്തിലാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ഇപ്പോൾ ഓരോന്നും സൗത്തിലേക്കാണ് വരുന്നത്. നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് നമ്മുടെ ഈ ഓരോ റീജിയനും നമ്മൾ പറഞ്ഞു പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും നോർത്തിലുള്ള നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ് പറഞ്ഞു. അതിൻ്റെ സൗത്തിൽ കിടക്കുന്നത് നോർത്ത് വെസ്റ്റേൺ പ്ലെയിൻ. അതിനും സൗത്തിൽ കിടക്കുന്നതാണ് സെൻട്രൽ അപ്ലാൻഡ്. അതിൻ്റെയും സൗത്തിൽ കിടക്കുന്നതാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. അപ്പോൾ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റമാണ് യൂറോപ്പിൻ്റെ ഏറ്റവും സൗത്തിൽ വരുന്നത്. ഇപ്പം നോർത്തിൽ നിന്ന് നമ്മൾ സൗത്തിലേക്ക് പോരുക, അത് ഓർത്ത് വെച്ചോണേ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോരുക. ആൽപൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫോൾഡ് മൗണ്ടൻസ് തുടങ്ങിയതാണ്. എങ്ങനെയാണ് ഒരു ഫോൾഡ് മൗണ്ടൻ ഉണ്ടാകുന്നത്? നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ അത് പല പ്ലേറ്റ്സായിട്ട്, പല പീസസ് ആയിട്ട് പൊട്ടിയിരിക്കുക അല്ലേ. ഓരോ പീസും മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. 3 തരം മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതിലെ ഒരു മൂവ്മെൻ്റാണ് കൺവേർജൻറ്റ് മൂവ്മെൻറ്റ്. 2 പ്ലേറ്റുകൾ, 2 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അടുത്ത് വരിക. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അതിനിടയിലുള്ള ഭാഗം 2 പ്ലേറ്റിൻ്റെയും ഡെൻസിറ്റി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നിൻ്റെ അടിയിലോട്ട് പോവുകയോ ഒന്നും ചെയ്യുകയില്ല. രണ്ടും ഈക്വൽ സ്ട്രെങ്തിൽ ഇങ്ങനെ നിൽക്കും, അടുത്തടുത്ത് വരികയാണ്, കൺവേർജൻ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് 2 എണ്ണം ഞെരുങ്ങി അതിനിടയിലുള്ള ഭാഗം മുകളിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകുന്ന മൗണ്ടൻസിനെയാണ് നമ്മൾ ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഹിമാലയമാണ്. ഹിമാലയം ഒരു ഫോൾഡ് മൗണ്ടനാണ്. അതുപോലെ തന്നെ ഒരു ഫോൾഡ് മൗണ്ടൻസ് ആണ് ആൽപൈൻ മൗണ്ടൻ, ആൽപ്സ് മൗണ്ടൻ, ആൽപൈൻ മൗണ്ടൻ, ഫോൾഡ് മൗണ്ടൻസ് ആണ്. These mountains range extend from Atlantic Ocean in the west to the Caspian Sea in the east. നമ്മുടെ യൂറോപ്പിൻ്റെ ആ മാപ്പ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. എവിടെയാണ് കാസ്പിയൻ സീ? ഏറ്റവും ഈസ്റ്റിലാണ് കാസ്പിയൻ സീ കാണുന്നത്. വെസ്റ്റിൽ എന്താണ് കാണുന്നത്? നമ്മുടെ ഓഷ്യനാണ്. ഏതാണ് ആ ഓഷ്യൻ? നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ തൊട്ട് കാസ്പിയൻ സീ വരെ നീണ്ടു കിടക്കുന്ന ഒരു
ഒരു ജോഗ്രാഫിക്കൽ റീജിയനാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ദ മെയിൻ ആൽപൈൻ മൗണ്ടൻ റേഞ്ചസ് ആർ ആൽപ്സ്, ദ കാക്കോസ് ആൻഡ് ദ കാർപ്പാത്തിയൻസ്. ആൽപ്സ്, കാക്കോസ് ആൻഡ് കാർപ്പാത്തിയൻസ്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് റേഞ്ചസ്. നമ്മൾ ഹിമാലയത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പല റേഞ്ചസിനെ പറ്റി പഠിക്കും അല്ലേ? ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത് പോലെ ഈ ആൽപൈൻ മൗണ്ടൻ റേഞ്ചസ് പല റേഞ്ചസ് ഉണ്ട്. പല മൗണ്ടൻ റേഞ്ചസ് ചേർന്നതാണ് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. അതിനകത്തെ പ്രധാനപ്പെട്ട റേഞ്ചസ് ഏതൊക്കെയാണ്? ആൽപ്സ്, ആൽപ്സ് ഒരു പ്രധാന റേഞ്ചാണ്. ദെൻ കാക്കോസ് ആൻഡ് കാർപ്പാത്തിയൻ. ഈ കാർപ്പാത്തിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രാക്കുളയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡ്രാക്കുള, കാസ്റ്റിൽ ഡ്രാക്കുള, ഡ്രാക്കുളയുടെ ഒരു കാസ്റ്റിലിനെ പറ്റി കഥകളിലൊക്കെ ഉണ്ട് അല്ലേ? ഡ്രാക്കുള നമുക്കറിയാം, എല്ലാവരും പേടിക്കുന്ന ഒരു അതിൻ്റെ പേരെന്താണ്? ഡ്രാക്കുള എന്ന് പറയത്തില്ലേ? ഡ്രാക്കുള പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഡ്രാക്കുള. ഈ ഡ്രാക്കുളയെ പറ്റിയുള്ള സിനിമകളുമൊക്കെ ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രാക്കുളയ്ക്കൊരു കാസ്റ്റിലുള്ളതായിട്ടാണ് പറയുക. ഡ്രാക്കുളയുടെ കാസ്റ്റിലൊക്കെ ഉള്ള ആ മൗണ്ടനാണ് ഈ കാർപ്പാത്തിയൻസ്. കാർപ്പാത്തിയൻ മൗണ്ടനിലാണ് ഡ്രാക്കുളയുടെ കാസ്റ്റിൽ നിൽക്കുന്നത്. എന്താണ് കാസ്റ്റിൽ? വലിയ കൊട്ടാര സദൃശ്യമായ വീടിനാണ് പറയുക കാസ്റ്റിൽ. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡ്രാക്കുള നമ്മളെ പിടിച്ച് നമ്മുടെ ചോരയൊക്കെ വലിച്ചു കുടിക്കുമെന്നാണ് പറയുക. ഇതൊക്കെ സങ്കല്പമാണ് കേട്ടോ, ഇതൊങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഹോളിവുഡിലൊക്കെ ഭയങ്കര വൈറലാണ്. ഒരുപാട് കാഴ്ചക്കാരൊക്കെയുള്ള സിനിമകളുണ്ട്, ഡ്രാക്കുള സിനിമകൾ. ഈ കാസ്റ്റിൽ എവിടെയാണ്? ഡ്രാക്കുളയുടെ കാസ്റ്റിലുള്ളത് ഈ കാർപ്പാത്തിയൻ മൗണ്ടനിലാണ് എന്ന് പറയുക. മൗണ്ട് എൽബ്രൂസ് ഈസ് ദ കാക്കസ് മൗണ്ടൻ ഈസ് ദ ഹയസ്റ്റ് പീക്ക്. കാക്കസ് മൗണ്ടനിൽ കാണുന്ന മൗണ്ട് എൽബ്രൂസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. നമ്മൾ ഹിമാലയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹയസ്റ്റ് പീക്കായിട്ട് പറയുന്ന ഏതാണ്? നേപ്പാളിലുള്ള എവറസ്റ്റ് എന്നാണ് പറയുന്നത്. മൗണ്ട് K2 എന്ന് പറയുന്ന ആ ഒരു പീക്കാണ് ഇന്ത്യൻ ഭാഗത്തുള്ള പീക്ക് എന്ന് പറയും അല്ലേ? എന്നാൽ ഹിമാലയത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. അത് നേപ്പാളിലാണ്. എന്ന് പറയുന്നത് പോലെ ഈ കാക്കസ് മൗണ്ടനിൽ കാണുന്ന മൗണ്ട് എൽബ്രൂസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അത് നമ്മുടെ ഹിമാലയത്തിലെ പീക്സിൻ്റെ അത്രയും ഹൈറ്റ് വരുന്നില്ലെങ്കിലും യൂറോപ്യൻസിന് അവരുടെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് എൽബ്രൂസ്. അതൊന്ന് പഠിച്ചു വെച്ചോണം, വൺ വേർഡായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രാക്കുളയുടെ കാസ്റ്റിൽ നമുക്കൊന്ന് കാണണ്ടേ? അത് ഏത് മൗണ്ടനിലാണ്? കാർപ്പാത്തിയൻസ് എന്ന് പറയുന്ന മൗണ്ടനിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കാസ്റ്റിലൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യർ പണിത കാസ്റ്റിലാണ്, അല്ലാതെ ഡ്രാക്കുള ഇറങ്ങി വന്ന് പണിതൊന്നുമല്ല കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഡ്രാക്കുള എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. രക്തം ആണ് ഏറ്റവും ഇഷ്ടം ഡ്രാക്കുളയ്ക്ക്. ഓക്കെ, കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് നമുക്ക് ഡ്രാക്കുളയുടെ പേര് പറയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡ്രാക്കുളയുടെ കാസ്റ്റിലൊന്ന് കണ്ടേ. കാർപ്പാത്തിയൻ മൗണ്ടനിൽ ഡ്രാക്കുളയുടെ കാസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹോളിവുഡ് സിനിമകളൊക്കെ ഇവിടെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഈ കാർപ്പാത്തിയൻ മൗണ്ടൻ പോവുകയും അവിടെ ഡ്രാക്കുളയുടെ കാസ്റ്റിൽ കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കാർപ്പാത്തിയൻ മൗണ്ടൻ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുക? ആൽപൈൻ മൗണ്ടൻ സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിൽ പല റേഞ്ചസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റേഞ്ചാണ് ഈ കാർപ്പാത്തിയൻ മൗണ്ടൻ. അതുപോലെ കോക്കോസ് മൗണ്ടൻ, ആൽപ്സ് മൗണ്ടൻ. അതിൽ കോക്കോസ് മൗണ്ടനിലാണ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അതിൻ്റെ പേര് ഇവിടെ പറഞ്ഞു, മൗണ്ട് എൽബ്രൂസ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറിയിലേക്ക് വരികയാണ്. മേജർ ടോപ്പോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് യൂറോപ്പ്. 4 മേജർ ടോപ്പോഗ്രാഫിക്കൽ ഡിവിഷൻസ് ആണുള്ളത്. ആ ഡിവിഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാലാമത്തേത് ഇവിടെ കിട്ടിയില്ല കേട്ടോ. നാലാമത്തേത് ഇവിടെ ഉണ്ട് ഓൾറെഡി. ടീച്ചർ ആ പിക്ചർ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മുടെ 4th വൺ ഈ പിക്ചറിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. ഒന്നാമത്തേത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്. അവിടെ ഗ്ലേസിയേഴ്സും ഉണ്ട്, ബ്യൂട്ടിഫുൾ ഫോറസ്റ്റും ഉണ്ട് അല്ലേ, നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡിലെ. രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസാണ്. അവിടെയാണ് ഗ്രാസ് ലാൻഡ് സ്റ്റെപ്പീസ് ഉള്ളത്. അതുപോലെ അല്ലൂവിയം ഡെപ്പോസിറ്റ് ഉള്ള വലിയ പ്ലെയിൻസ് ഉണ്ട്. അഗ്രികൾച്ചറിന് ബെസ്റ്റാണ് അല്ലൂവിയൻ ഡെപ്പോസിറ്റ്സ്. ദെൻ സെൻട്രൽ അപ്ലാൻഡ്, അവിടെ ഹിൽസ് ഉണ്ട്, പ്ലേറ്റോസ് ഉണ്ട് അല്ലേ. ഇനിയും 4ാമത്തെ ഡിവിഷനാണ് ഇപ്പം നമ്മൾ പഠിച്ച ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. ആൽപൈൻ മൗണ്ടൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ടത് എന്താണ്? ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഫോൾഡ് മൗണ്ടൻസ് എങ്ങനെ ഉണ്ടാകുന്നത് ടീച്ചർ പറഞ്ഞല്ലോ. ലിത്തോസ്ഫിയറിൻ്റെ പ്ലേറ്റുകൾ
കൺവേർജ് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കുള്ള ഭാഗം പൊങ്ങും. അതാണ് ഫോൾഡ് മൗണ്ടൻസ്. അവിടെ ആൽപ്സ് പോലെയുള്ള ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്, കാർപ്പാത്തിയൻ മൗണ്ടൻസ് ഉണ്ട്, കോക്കോസ് മൗണ്ടൻസ് ഉണ്ട്. പിന്നെ അവിടെ പീക്സ് ഉണ്ട് അല്ലേ. കോക്കോസ് മൗണ്ടനിലെ പീക്കാണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അതാണ് നമ്മുടെ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം. അപ്പോൾ ഈ സെൻട്രൽ അപ്ലാൻഡിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം ഉണ്ട്. അതിവിടെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളത് എഴുതുക. അവിടെ എന്തൊക്കെയുണ്ട്? ആൽപൈൻ മൗണ്ടൻ സിസ്റ്റത്തിൽ സീരീസ് എഴുതി വെച്ചേക്കുന്നോ? ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്, പീക്സ് ഉണ്ട്. അപ്പം 4 മേജർ ജോഗ്രാഫിക്കൽ ഡിവിഷൻസും യൂറോപ്പിലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ പഠിക്കേണ്ടത് യൂറോപ്പിലെ ക്ലൈമറ്റ്, അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, അതൊക്കെ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ഈ വീഡിയോ കണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് വരിക. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.